ആ എവിടായിരുന്നു? ഇന്നാ രജിസ്റ്റർ കല്യാണം. സാക്ഷികൾ ഒപ്പിടണമല്ലോ. ഒന്ന് ഗോപാൽജി ആവാമെന്ന് വിചാരിച്ചിരുന്നു. കാണാതായപ്പോൾ സലോമി എന്നത് ഏർപ്പാടിയാന്ന് പറഞ്ഞു. ഗോപാൽജി എവിടെയായിരുന്നു? ഒരാളുടെ 16 അടിയന്തരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വരിക. ഓ, മരിച്ചാര്? ബംഗാളിയോ ഒറീസയോ? ഒരു കിഴങ്ങ് മലയാളി. അയ്യോ പാവം. അതൊക്കെ പോട്ടെ, നിന്റെ കാര്യമൊക്കെ ഓക്കെ ആയല്ലോ അല്ലേ? ഈ രജിസ്റ്ററിലൂടെ കഴിയുമ്പോൾ എല്ലാം ഓക്കെ. എൻ്റെ കാര്യം ഏതാണ്ട് ഓക്കെ ആയി. നല്ല കാര്യം. ഗോപാൽജി, എൻ്റെ ഈ ജുബ എങ്ങനെയുണ്ട്? ബൈക്ക് പറ്റുവാക്കിയ കുറച്ച് കാശ് ബാക്കി നമുക്ക് വാങ്ങിച്ചത്. കല്യാണമല്ലേ, ഒരു ചേഞ്ചൊക്കെ വേണ്ടേ? ഒരു ജുബയുടെ കുറവേ നിനക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഒരു തൊഴിൽ പഠിപ്പിച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്ത് തൊഴിൽ? ഇനിയിപ്പോൾ ഏജൻ്റ് പണി പോയാലും പേടിക്കാനില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അല്ല, കുറ്റൻ്റെ തന്നെയാണ്. ഗോപാൽജി ആർട്ട് സിനിമ പോലെ പരസ്പരം ബന്ധമില്ലാതെ സംസാരിക്കുന്നു. ഭാര്യ, മക്കൾ, അളിയൻ, SI. ഗോപാൽജി ഇനി ഇന്നാ വൈകും. പോട്ടെ, രജിസ്റ്റർ കഴിഞ്ഞ് കാണാം. ഓക്കെ, ടേക്ക് കെയർ. ഹലോ സലോമി, ഞാൻ ഇവിടെ എത്തി. അപ്പച്ചന് ഈശ്വര, എവിടെ എവിടെ? കരയല്ലേ സലോമി? ഞാൻ എന്താ വരാം, ഇപ്പൊ വരാന്ന്. കിളവന് നെഞ്ചുവേന വരാൻ കണ്ട സമയം. എന്താ നമ്മൾ അപ്പച്ചനെ പറ്റിയ? എവിടെ കിടത്തിയിരിക്കുന്നത്? എല്ലാ ടെസ്റ്റും ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിന് കൊണ്ടുപോയിരിക്കുക. ഇന്നലെ രാത്രി പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് കിടക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്ന് രാവിലെ റൂമിൽ ചെല്ലുമ്പോൾ എന്നോട് പറയാം എനിക്കെന്തോ തളർച്ച പോലെ, ഉടനെ ആശുപത്രി പോകണമെന്ന്. ഇനിയിപ്പോൾ പൊറോട്ട കഴിച്ചുകൊണ്ടുള്ളായിരിക്കും. അതിൻ്റെ ഒന്നല്ല, അപ്പച്ചൻ എന്നും 5-6 പൊറോട്ട കഴിക്കുന്നതല്ലേ. പതുക്കെ പോലെ COAD ആണോ സിസ്റ്റർ? പേഷ്യൻ്റ് എൻ്റെ അപ്പച്ചന് COAD അല്ലെങ്കിൽ TIA CCF അങ്ങനെ വല്ലതും ആണോ? ഡോക്ടർ വരുമ്പോൾ ചോദിച്ചോളൂ. സിൽവിമോൻ ആരെ പറ്റിയാ CAD ആണോ എന്ന് ചോദിച്ചത്? CAD അല്ല അമ്മച്ചി, COAD അസുഖത്തിൻ്റെ പേര്. എന്ന് വെച്ചാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് എയർവേ ഡിസീസ്. ഞങ്ങൾ ഈ മെഡിക്കൽ രംഗത്തുള്ളവർ പറയുന്ന ചുരുക്കപ്പേര്. നമ്മുടെ കല്യാണം മുടങ്ങി. അതാണ് ഇപ്പോൾ പ്രധാന കാര്യം. ഈ അവസ്ഥ ഞാൻ എങ്ങനെ ജർമ്മനി പോകും? അയ്യോ, വിസ ക്യാൻസലാവില്ലേ? സലോമി, ഈ കിടക്കുന്ന എൻ്റെയും കൂടെ അപ്പച്ചന് യാത്ര മുടക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ വേണ്ട. അത് ശരിയാ മോളെ. സിൽവിമോൻ ഉണ്ടല്ലോ ഇവിടെ. മോൻ കടം വാങ്ങിച്ച കാശാ വിസയ്ക്ക് കൊടുത്തത്. എല്ലാം വെറുതെ ആവത്തില്ലേ? ഇല്ല അമ്മച്ചി, ഞാൻ ജർമ്മനി പോകുന്നില്ല. സലോമി നീ ഒരു മിനിറ്റ് അമ്മച്ചി. ഇവിടെ ചികിത്സിക്കാൻ ഡോക്ടർമാരുണ്ട്. ഒരു നഴ്സിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാനുണ്ട്. എന്നെ വിശ്വാസമില്ല. എന്നാലും സലോമി ഇവിടെ നിന്നിട്ട് എന്താ പ്രയോജനം? ഒരു കാരണവശാലും യാത്ര മുടക്കരുത്. മറ്റന്നാളിലെ ടിക്കറ്റ്. അവിടെ പോയി ജോയിൻ ചെയ്തിട്ട് ഒന്നെങ്കിൽ വന്നാൽ മതി. ആ വരവിൽ നമ്മുടെ കല്യാണം. ധൈര്യമായിട്ട് വിമാനത്തിൽ കയറിക്കും. മോളെ, അപ്പച്ചൻ ആശുപത്രി ഡിസ്ചാർജ് ചെയ്തല്ലോ. ഡിസ്ചാർജ് ചെയ്തല്ല മോനെ, ഡോക്ടർമാരുമായിട്ട് വഴക്കിട്ടതാ. ആശുപത്രി കിടന്ന അപ്പച്ചന് മതിയായി, അതാ കാര്യം. അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഞാൻ അവിടെ ചെന്നപ്പോഴല്ലേ കാര്യം പറഞ്ഞത്. ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. മാസത്തിലൊരിക്കലും ചെക്കപ്പിന് പോയാൽ മതി. ഇതകത്തേക്ക് വെച്ചേ. അപ്പച്ചന് ഹോർലിക്സും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ. സിൽവിമോൻ ഇരിക്കെ, ചായ എടുക്കാം. അപ്പച്ചൻ ബാത്റൂമില്ല. നല്ല കാര്യം. സലോമി പോയിട്ട് വിളിച്ചില്ലല്ലോ അമ്മച്ചി? വിളിച്ചില്ലേ? ഇവിടെ അപ്പച്ചൻ ഒരു തവണ വിളിച്ചു. അതെപ്പോഴായിരുന്നു മോളെ? പോയിട്ട് 4-5 ദിവസം കഴിഞ്ഞിട്ട്. പുതിയ സ്ഥലമല്ലേ, താമസമൊക്കെ ശരിയാവുന്നേ ഉള്ളൂ. പിന്നെ IST വിളിക്കാനുള്ള കാശ് കയ്യിലില്ലല്ലോ, ശമ്പളം കിട്ടണ്ടേ. അല്ല, അവിടെ വേറെയും മലയാളി നഴ്സുമാർ കാണില്ലേ? അവരുടെ ഫോൺ എന്തെങ്കിലും വിളിക്കാമല്ലോ. കഷ്ടകാലത്തിന് ആ ആശുപത്രിയിൽ ഒറ്റ മലയാളി നേഴ്സ് ഇല്ല. ഉടനെ വിളിക്കും. മോനെ വിളിക്കാതിരിക്കും അവള്. മോനിരിക്കും. ആരോടായി നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ആരും ഇല്ല.
അമ്മച്ചി ആ മഞ്ഞ കളറിൽ ഗുളിയല്ലേ അതൊരു മാസം കൂടെ കൊടുത്തു. അപ്പച്ചൻ ഈ പപ്പടം അച്ചാറൊന്നും കഴിക്കണ്ട. ബീഫ് കഴിക്കോ? പിന്നെ ഇപ്പൊ ബീഫ് കഴിക്കാഞ്ഞിട്ടാ. അപ്പച്ചൻ്റെ ബീഫ് ഞാൻ ഏറ്റു. അറിയല്ലോ. സിൽവി മോനെ കൈ ചീത്തയാക്കണ്ട, അമ്മ ചെയ്തോളെ ഇതൊക്കെ. ഞാനൊന്ന് പഠിക്കട്ടെ. ജർമ്മനി ചെന്ന് അവളെ സഹായിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ആ ശരിയാ, അല്ലെങ്കിൽ അവൾക്കിതൊന്നും അറിയത്തില്ല. അതൊക്കെ ഞാൻ പഠിപ്പിച്ചോളാം. നീ ഇങ്ങനെ കരയാതെ വെച്ചേ. പെമ്പിള്ളേരായ കുറച്ചൊക്കെ ധൈര്യം വേണം. ഓണെന്തിനാ കരയുന്നത്? ഇവള് സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും ഒരുത്ത ശല്യം ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അത് നമുക്ക് നാളത്തോടെ ശരിയാക്കാം. അതേ ഉള്ളൂ. ഞാനും ഈ പണി കുറേ പഠിച്ചതാണ്. എക്കോ എടുക്കണം, വേണ്ടി വന്ന ആൻജിയോഗ്രാമം ചെയ്യണം. എൻ്റെ ഒരു മനസ്സമാധാനത്തിൽ ക്രിയാറ്റിൻ ലെവൽ കുറച്ച് കൂടുതൽ. പക്ഷെ ഡോക്ടർമാരൊന്നും ഐഡിയൊന്നുമില്ല. കാരണം എന്താ, ക്രിയാറ്റിൻ ലെവൽ കുറയ്ക്കാനുള്ള മരുന്ന് അലോപ്പതിയിലില്ല. അതിന് ഹോമിയോപ്പതി നോക്കണം. കുറ്റിപ്പുറത്തുള്ള നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ ഇക്ബാൽ, മിടുക്കന. അപ്പം ചെന്ന് മിണ്ടായിരിക്കുന്നത് ഹാപ്പി അല്ലേ? എന്തു പറ്റി അമ്മച്ചി? ഇത്ര സ്നേഹമുള്ള നിന്നെ മനസ്സിലാക്കാൻ എൻ്റെ മോക്ക് കഴിഞ്ഞില്ലല്ലോ മോനെ. എന്ത്? ഇന്ന് വന്നാ വാട്സപ്പ് ഒന്ന് കാണിച്ചു കൊടുക്കും മോളെ. ഇത് നമ്മുടെ സലോമിയല്ലേ? കൂടെ നിൽക്കുന്ന ആ ജർമ്മൻകാരൻ സാഹിബിന് ആ വഞ്ചക്ക് കെട്ടി. പലവരു കാണുമ്പോൾ ഒരു ചിരി തൂകുന്നു, ഒരു ചിരി തൂകുമ്പോൾ അതിലൊരു തേനുണ്ടോ. പലവരു കാണുമ്പോൾ ഒരു ചിരി തൂകുന്നു, ഒരു ചിരി തൂകുമ്പോൾ അതിലൊരു തേനുണ്ടോ. വണ്ടി എടുത്ത് മാറ്റാൻ നീ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. വേഷം മാറി നടക്കുന്ന ഒരു CID ആണ് ഞാൻ. അയ്യോ CID. ആ പ്രകാശ, മുഖസ്തുതിയാണെന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. ബംഗാളികൾക്കും ബീഹാറികൾക്കൊക്കെ നിന്നെ ഇപ്പോൾ വലിയ മതിപ്പാ. 50 ചാക്ക് സിമെന്റ് നീ ഒറ്റക്ക് ചുമന്നുമല്ലേ? അങ്ങനെ വേണം. ആ കൗശൽ പാണ്ഡെ ഇന്ന് ആകാശ് ബായിയെ കുറേ നേരം പുകഴ്ത്തി സംസാരിച്ചു. അവൻ്റെ പെങ്ങളെ എനിക്ക് കെട്ടിച്ചേരും. അവനും പെങ്ങളില്ല. ഓ സന്തോഷം. അതുകൊണ്ട് നിനക്കെനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. ആ വേണം. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റല്ല, നീ പഠിച്ച പണിയില്ലേ, നേഴ്സിംഗ്, ആ പണി. ആശുപത്രിയല്ല, വീടാ. 10ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് സമയാസമയം മരുന്ന് കൊടുക്കണം, ഇഞ്ചക്ഷൻ, അത്രയൊക്കെ വേണ്ടൂ. ഭക്ഷണവും താമസവും അവിടെ തന്നെ. റെസ്റ്റ് എടുക്കാൻ ധാരാളം സമയം കിട്ടും. എന്തു പറയുന്നു? നെക്ലസിൽ പെട്ടെടുക്കുന്ന എന്നോടൊന്നും അഭിപ്രായം ചോദിക്കുന്നു. വെരി ഗുഡ്. നല്ല ശമ്പളം കിട്ടും. ഈ പണിയും കൂടി കഴിയുമ്പോൾ നെക്ലേസ് നമ്മൾ വാങ്ങും. പിന്നെ നീ ഫ്രീ ആയി. ഓക്കെ ആണോ? ഓക്കെ. ആരാ? റേച്ചൽ മാഡത്തിനെ കാണാൻ വന്നു. ഗോവാഞ്ചി പറഞ്ഞിട്ടാണോ? അതെ. മാഡം അകത്തുണ്ട്, ചെന്നോളൂ. ഗുഡ് മോർണിംഗ് മാഡം. പ്രകാശൻ അല്ലേ? അല്ല, PR ആകാശ്. ഗോപാൽജി ചിലപ്പോഴൊക്കെ തെറ്റി പ്രകാശ് എന്ന് വിളിക്കാറുണ്ട്.
ഓ അതാവും. ഇവിടെ വല്ലപ്പോഴും വല്ല ലേബറേഴ്സിനെ ആവശ്യമുള്ളപ്പോൾ ഗോപാൽജിയോടാ പറയുക. പോളി ചേച്ചി, ഇതാണ് ഗോപാൽജി പറഞ്ഞ ആള്. ആകാശ്. ഓ ആകാശൻ. അല്ലല്ല, PR ആകാശ്. പൗളി ചേച്ചിയാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. എന്താവശ്യം ഉണ്ടെങ്കിലും ചേച്ചിയോട് പറഞ്ഞാൽ മതി. എൻ്റെ കോളേജിൽ എക്സാം നടക്കുന്ന സമയമാണ്. പ്രിൻസിപ്പളായിട്ട് തീരെ വിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. എന്നാലും ഒന്ന് ഓടി വന്നതാണ് എൻ്റെ ഇടയ്ക്ക്. ടീന മോൾ എഴുന്നേറ്റില്ലല്ലോ. എങ്ങനെ എഴുന്നേക്കാനാ? പുലർച്ചെ വരെ ആ കുന്തവും കുത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. കുറുമ്പ് കുറച്ച് കൂടുതലാണ്. ആർക്ക്? മൂക്ക്. അരുതെന്ന് പറഞ്ഞാൽ പിന്നെ അതേ ചെയ്യൂ. കുട്ടികളല്ലേ മാഡം, ഒരു മയത്തിലങ്ങ് നിന്നാൽ മതി. ഞാനിതുപോലെ പല സ്വഭാവത്തിലുള്ള ഒരുപാട് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പേടിക്കണ്ട. പിന്നെ മരുന്നിൻ്റെ ചാർട്ട് അവളുടെ മുറിയിൽ തന്നെയുണ്ട്. ഇടയ്ക്ക് ഡോക്ടർ വന്ന് നോക്കിക്കോളും. രാത്രി തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ മാത്രം ചിലപ്പം ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജങ്ക് ഫുഡ് അവളുടെ വീക്ക്നെസ് ആണ്. കേക്ക്, പിസ്സ, ബർഗർ ഇതൊന്നും കൊടുക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ എല്ലാവരെയും കണ്ണ് വെട്ടിച്ച് അവൾ ഫോൺ വഴി അത് ഓർഡർ ചെയ്ത് വരുത്തും. അതൊരു കാരണവശാലും സമ്മതിക്കരുത്. അത് ഞാൻ ഏറ്റു. വർത്താനം പറഞ്ഞ നേരങ്ങളുണ്ടോ? ഇപ്പം തന്നെ വൈകി. അപ്പോൾ ശരി, താമസിക്കാനുള്ള മുറി ചേച്ചി കാണിച്ചു തരും. മോൾ എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞോളൂ കേട്ടോ. പറഞ്ഞു. ആകാശം വാ. ഇതാണ് ആകാശൻ്റെ മുറി. ആകാശിന് കാപ്പിയോ ചായ വല്ലതും വേണം? ആവാം. ആകാശ ദേ ചായ. ഉഗ്രം വീടാണല്ലോ. റേച്ചലിൻ്റെ അപ്പാപ്പനുണ്ടാക്കിയ വീടാ. ഭാഗം വെച്ചപ്പോൾ അത് റേച്ചലിന് കിട്ടി. കാലത്ത് എന്തെങ്കിലും കഴിച്ചിട്ടാണോ ആകാശിന് ഇറങ്ങിയേ? അയ്യോ ഇല്ല, ഗോപാൽജി പറഞ്ഞല്ല ഇവിടെ കിട്ടുമെന്ന്. എന്നാൽ പിന്നെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. ആ ടീനമോൾ എഴുന്നേറ്റ പിന്നെ ഒന്നും നടക്കത്തില്ല. തൊട്ടതിനെ പിടിച്ചും ഒക്കെ അങ്ങ് ദേഷ്യമാണ്. പുട്ട് വേണോ ഇടിയപ്പം വേണോ? പുട്ട് ബെസ്റ്റാ. പുട്ടാ അല്ല, മുട്ടക്കറി ഉണ്ടാക്കാം. ആരെ വിളിക്കാതോ? താനേതാ? പെൺകുട്ടിയായിരുന്നു. ഞാൻ ഇപ്പൊ എന്തെങ്കിലും ചെയ്തേനെ. മുൻവശത്ത് ഗേറ്റ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇതിലൂടെ വരുന്നത്? ഇവിടുത്തെ ടീനമോളെ കാണാൻ വന്നതാ. അതിന് മതിലടി പറഞ്ഞു. താനാരാ? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഓ, എന്നെ കാണാതെയാണോ പ്രശ്നം? താനൊന്ന് ഒച്ച വെക്കാതിരിക്കേ. ആ സെക്യൂരിറ്റി കണ്ട പിന്നെ അത് മതി. ഓ, സെക്യൂരിറ്റിക്കാരൻ കണ്ടാ കുഴപ്പമുണ്ടെങ്കിൽ ആകെപ്പാടെന്തോ കുഴപ്പമുണ്ടല്ലോ. ടീനമോളെ വിളിച്ചിട്ടാ ഞാൻ വന്നത്. പിന്നെ എന്തുകൊണ്ട് നേരായ വഴി കൂടെ വന്നുകൂടാ? കാര്യം ഞാൻ പറയാം. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? അല്ല, സത്യത്തിൽ നിങ്ങളാരാ? ഞാൻ ടീനമോളെ നോക്കാൻ വന്ന PR ആകാശ്. ഓ, പുതിയ നേഴ്സ്. അങ്ങനെ പറയാം. ടീനമോൾക്ക് ബർഗർ ഭയങ്കര ഇഷ്ടാ. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാ. ഓർഡർ അനുസരിച്ച് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കും. മനസ്സിലായി? നടക്കില്ല. ഒരു പേഷ്യന്റ് ആരോഗ്യ പരിപാലനത്തിന് വന്ന ആളാണ് ഞാൻ. ഇജാതി വൃത്തിയായിട്ട് ഫുഡ് എന്റെ പേഷ്യൻസിന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഐ വിൽ നോട്ട് റിപ്പീറ്റ് ദിസ്. കഷ്ടപ്പെട്ട് വന്നു പോയില്ലേ? ഇതൊന്ന് കൊടുത്തോട്ടെ, ഇനി ഞാൻ വരില്ല. സെക്യൂരിറ്റി, സെക്യൂരിറ്റി, പോളിച്ചേച്ചി, പോളിച്ചി. എടാ ദ്രോഹി. സെക്യൂരിറ്റി, പോളിച്ചേച്ചി, സെക്യൂരിറ്റി, കള്ളി, കള്ളി. ഗുഡ് മോർണിംഗ് ടീന. മിസ്റ്റർ ആകാശ് അല്ലേ? യാ, PR ആകാശ്. മമ്മി പറഞ്ഞിരുന്നു. ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. രാത്രി മുഴുവൻ യൂട്യൂബിൽ നിന്ന് കണ്ടു കാണുമല്ലേ? സിനിമയായിരുന്നു? ഏയ് അങ്ങനെയൊന്നുമില്ല. ഉറക്കം വരുന്നവരെ എന്തെങ്കിലും കണ്ടോണ്ടിരിക്കും. മോസ്റ്റ്ലി നെറ്റ്ഫ്ലിക്സ്. നല്ല സിനിമയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ രാത്രി എന്ന് പറയുന്നത് ഉറങ്ങാനുള്ളതാണ്. ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഒരു 10-11 മണിയാകുമ്പോഴേക്കും ഉറങ്ങണം. ഉറക്കമാണ് നമ്മുടെ ശരീരത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മരുന്ന്. ഇനിയിപ്പോൾ ഞാനുണ്ടല്ലോ, ടീനമോളുടെ ഉറക്കം, ഭക്ഷണം, ഇതിനൊക്കെ നമുക്കൊരു ചിട്ട വരുന്നത്. സത്യം, എനിക്കത് തോന്നാറുണ്ട്. പക്ഷെ സെൻസിബിളായ ആരെങ്കിലും വേണ്ട ഇതൊന്ന് പറഞ്ഞുതരാൻ. യാ ബാക്ക് ഇൻ 2014 ഞാൻ ബോംബെ ലീലാവതി ഹോസ്പിറ്റലായിരുന്നപ്പോൾ അവിടെ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ഓ, ലീലാവതിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ? സോറി, അത് ഞാൻ പറയാൻ മറന്നു. ആദ്യം ഞാൻ ഡൽഹി എയിംസിലായിരുന്നു. അവിടെ നിന്നാണ് എന്നെ ചെന്നൈ അപ്പോളോയിലേക്ക് വിളിപ്പിച്ചത്. അപ്പോഴേക്കും മാസ്റ്റർ മെഡിസിറ്റി എന്നെ വരച്ചു. പിന്നെ മണ്ടാനം മെഡിക്കൽ കോളേജ്, ചെർപ്പളശ്ശേരി ഹെൽത്ത് സെൻറ്റർ, അങ്ങനെ പോകുന്നു. ആഹാ,
ഇത്രയൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളാണോ? ഐ എം റിയലി ലക്കി. ഞാനും ലക്കിയാണെന്ന് തോന്നുന്നു. കാരണം ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെ ടീനമോളെ പറ്റി തന്നൊരു പിക്ചർ, ലൈക്ക് ദേശീയക്കാരിയാണ്, കുറുമ്പിയാണ്. പക്ഷെ കണ്ടപ്പോഴല്ലേ മനസ്സിലായത് എന്തൊരു പാവം കുട്ടിയാണ്. പോയോ പൊട്ടി. ഞാൻ ഓർഡർ ചെയ്ത ബർഗറുമായി വന്ന ചേച്ചിയെ തന്നെ ഓടിച്ചു വിട്ടു അല്ലേ? അവിടെ അമ്മ ചായ ഇപ്പൊ തരാൻ ജർമ്മനി. എന്നാ പുറപ്പെടല്ലേ? ഡ്രസ്സൊക്കെ മാറിയില്ലല്ലേ? ഇനി ആ ബാഗും കൂടി എടുത്തു. നല്ല കാറ്റും അല്ലേ? ചുട്ടുകൊള്ളുന്ന കാറ്റ. എനിക്കിപ്പം അങ്ങനെ തോന്നുന്നതിൽ തെറ്റില്ല. ജസ്റ്റ് മിസ്സാ, അല്ലെങ്കിൽ ആ പട്ടി എന്നെ കൊന്നേനെ. ഗോപാൽജി ഒന്ന് ആലോചിക്കും, ഒരു നെക്ലസിന് വേണ്ടി എന്നെ വീണ്ടും കൊലയ്ക്ക് കൊടുക്കും. നീയും മറ്റൊരു കാര്യം ആലോചിക്കുക. ശത്രു സൈന്യത്തിൻ്റെ യന്ത്രത്തോക്കും ബോംബും അത് കണ്ട് ഇന്ത്യ പട്ടാളക്കാർ പേടിച്ചോടിയാൽ ഇന്ത്യയുടെ സ്ഥിതി എന്താവും? ഇതെത്രയോ നിസ്സാരം. ഒരു കുട്ടി, ഒരു പട്ടി, അത് നമുക്ക് ശരിയാക്കാം. നീ ആദ്യം കേറ് പെട്ടെന്ന് കയറ്. ഉച്ചയ്ക്ക് കുറച്ച് അവിയലുണ്ടാക്കട്ടെ മോളെ, കഴിക്കുമോ? എനിക്ക് ചപ്പാത്തിയും ചമ്മന്തി മതി. ചപ്പാത്തിയും ചമ്മന്തിയോ? കേൾക്കുമ്പോൾ ഒരു ചേർച്ച വേണ്ടേ മോളെ? എനിക്ക് അത്രയ്ക്ക് ചേർച്ചൊക്കെ മതി. ഇതാര്? വാ. ആ ഓട്ടം നല്ല രസമായിരുന്നു കേട്ടോ. ഞാനൊന്ന് കുറേ ചിരിച്ചു. എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പിന്നെന്താ, പറയൂ. ഇവൻ്റെ വീട്ടിൽ മുഴുവൻ പട്ടിണിയാണ് മോളെ. അയ്യോ, എന്നിട്ട് പറഞ്ഞില്ലല്ലോ. ആൻറ്റി കുറച്ച് അരി കൊടുത്തേക്കണം കേട്ടോ. ഇപ്പൊ കൊണ്ടുവരാം. അരിയൊന്നും വേണ്ട, ഞാനൊരു അവസ്ഥ പറഞ്ഞതാ മോളെ. 7 കൊല്ലമായിട്ട് ഇവൻ്റെ അച്ഛൻ തളർവാദം വന്ന് കിടപ്പില്ല. അയ്യോ പാവം. അമ്മയ്ക്ക് ഭ്രാന്ത്, ചങ്ങല കിട്ടിരിക്കുക. അയ്യോ, 2 പെങ്ങന്മാരുള്ളത്, 2 കണ്ണുകുട്ടികള്. എന്റെ കർത്താവേ, ഒരു കുടുംബത്തിന് എന്തിനാ ഇങ്ങനെ തീ തെറ്റിക്കുന്നേ? തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഇവന് ഭയങ്കര മുട്ടുവേദനയാണ്, ഓടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തൽക്കാലം മോള് പട്ടിയെ ഒഴിവാക്കണം. മുട്ടുവേദന മാറിയാൽ? മുട്ടുവേദന മാറിയാൽ ഇഷ്ടം പോലെ ഓടിച്ചോ. അതിനുമുമ്പ് ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് പട്ടിയെ മരിക്കാൻ മതി. പറഞ്ഞല്ലോ മോളെ, അച്ഛന് തളർവാദം, അമ്മയ്ക്ക് ഭ്രാന്ത്, കണ്ണ് കാണാത്ത 2 സഹോദരിമാർ. കുറച്ച് കരുണ കാണിക്കണം മോളെ കേട്ടോ. പോട്ടെ, ഇപ്പോൾ ഞാൻ പോട്ടെ. പോട്ടടാ.
എന്തൊരു മണ്ടൻ കഥ അയാൾ പറഞ്ഞത്. അച്ഛന് തളർവാദം, അമ്മയ്ക്ക് പ്രാന്ത്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുമെന്ന് വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നുണേ പറയൂ. ഇഡിയറ്റ്. എൻ്റെ കർത്താവേ, ഇതൊക്കെ സത്യമാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. ആകാശം വല്ലതും കഴിച്ചു കാണൂല്ലേ? ആവശ്യമില്ല. എന്നാ വാ. ആകാശനെ പട്ടി കടിച്ചില്ലല്ലേ? ഇല്ല. ഇനി സമയമുണ്ടല്ലോ. ഇതിനു മുമ്പ് ഇവിടെ നിന്ന് 2 നേഴ്സന്മാരെയും പട്ടി കടിച്ചത്. എൻ്റെ കർത്താവേ, നിലവിളിച്ച് ചോര ഒലിപ്പിച്ചും കൊണ്ട് 2 കൂടെ ഓടിയ ഒരു ഓട്ടം. കഴിക്ക്. പിന്നെ വന്ന നേഴ്സിനെ ടീനമോൾ ഒറ്റ ചവിട്ടിന് വീഴ്ത്തി. തലയിലെ 14 സ്റ്റിച്ചായിട്ടത്. പിന്നെ ഈ പടി കയറിയിട്ടില്ല. അപ്പോഴവർ ആൺനേഴ്സിനെ നിർത്താൻ റേച്ചൽ തീരുമാനിച്ചത്. ആൺകുട്ടി ആയതുകൊണ്ടല്ലേ ആകാശന് മരത്തെ കയറാൻ പറ്റിയത്. അയ്യോ, മതിയാക്കിയോ? മതിയായി. ഗോപാൽജി, തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയ. അതെ, സത്യത്തിലാ കൊച്ചിനെന്താ അസുഖം? ഇതൊക്കെ തന്നെ 2-3 മാസം മുമ്പ് ഒരു പനി വന്നിരുന്നു. അതിന് ബോംബെയിലോ വെല്ലൂരോ ഒക്കെ കൊണ്ടുപോയി ചികിത്സിച്ചതാ. തിരിച്ചു വന്നപ്പോഴത്തേക്കും ക്ലാസ് കുറേ അങ്ങ് പോയല്ലോ. അതിനുശേഷം സ്കൂളിൽ വിട്ടിട്ടില്ല. വർഗീസ് ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. പ്രധാന അസുഖം അതൊന്നുമല്ല എൻ്റെ ആകാശ. അതിൻ്റെ അപ്പം പോയേൻ്റെ വേറെ അടുത്തായിട്ട് ബന്ധമുണ്ടെന്നും പറഞ്ഞ് ഇവിടെ എപ്പോഴും അങ്ങ് വഴക്കാം. ഇപ്പം ഡൈവേഴ്സായി. അങ്ങേര് പിന്നെ ഈ നാട്ടിലേക്കേ വന്നിട്ടില്ല. എങ്ങാണ്ട് മലേഷ്യയിലോ സിംഗപ്പൂരോ ഒക്കെ ആണെന്ന് പറയുന്നത് കേട്ടു. ആ പെണ്ണിൻ്റെ കൂടെ പട്ടി കൂട്ടില്ല. എന്നാലും ആകാശം ഒന്നും സൂക്ഷിച്ചു. ഗോപാൽജി പറഞ്ഞതൊക്കെ നുണയാണെങ്കിലും എൻ്റെ അവസ്ഥ ഏതാണ്ട് അതൊക്കെ തന്നെ. പട്ടി അഴിച്ചു വിട്ടാൽ ഞാൻ ഇനി ഓടും. പക്ഷേ ഒരു റബ്ബർ പന്ത് പോലെ ഞാൻ തിരിച്ചു വരും. അത്ര ഗതികേട്ടില്ല. ഇനി എത്ര പേര് മതിലയാടിയാലും ഞാൻ മിണ്ടില്ല. ശ്രുതി ചേച്ചി ഇനി മതിൽ ചാടാൻ വരൂല. അല്ല, വേറെ ആരെങ്കിലും മതിലയാടാൻ വരികയാണെങ്കിൽ വന്നോട്ടെ. പിന്നെ ഇവിടുത്തെ മതിൽ ചാടാൻ ആൾക്കാർ ക്യൂ നിൽക്കല്ലേ? അല്ല, എൻ്റെ ഭാഗത്ത് എതിർപ്പൊന്നും ഉണ്ടായില്ല എന്ന് പറയുമായിരുന്നു. എനിക്കിഷ്ടമുള്ള ഫുഡ് ഞാൻ കഴിക്കണം. എങ്കിലൊരു കോംപ്രമൈസ്. നിങ്ങൾ ഓടിച്ചു വിട്ട ശ്രുതി ചേച്ചിയുടെ വീട്ടിൽ പോയി ബർഗർ വാങ്ങിച്ചു വരണം. ഇപ്പം തന്നെ, ഈ നിമിഷം തന്നെ ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം. ആ അഡ്രസ്സ് ഒന്ന് വാട്സാപ്പിൽ ഇട്ടാൽ മതി. പിന്നെ എൻ്റെ കാര്യം ഒന്ന് പട്ടിയോട് പറഞ്ഞേക്കണേ. ബർഗർ ബർഗർ ബർഗർ. എന്ത് വേണം? ഞാൻ കിണുങ്ങാതെ കാര്യം പറയണം മിസ്റ്റർ. പിടിച്ചു പുറത്താക്കാൻ ഇവിടെ സെക്യൂരിറ്റി ഒന്നുമില്ല. ആരംഭശൂരത്വം. ജോലിക്ക് കയറുന്ന ആദ്യ ദിവസമായിരുന്നല്ലോ, അതുകൊണ്ട് പറ്റിയ തെറ്റാ. ഇത് പറയാൻ ഇവിടം വരെ വരണോ? ഒരു കത്തെഴുതി അയച്ചാൽ മതിയായിരുന്നു. ശ്രുതിയെ ഓടിച്ചതിന് പകരമായി അവിടുത്തെ പട്ടി എൻ്റെ പുറകെ ഓടിച്ചു. ഉള്ള ജീവൻ കൊണ്ട് ഞാൻ എൻ്റെ നാട് വരെ ഓടി. ബർഗർ കൊണ്ടു ചെന്നില്ലെങ്കിൽ എൻ്റെ ജോലി പോകും. തൻ്റെ ജോലി പോയാൽ എനിക്കെന്താ? ഇവിടെ ബർഗറും മണ്ണം കട്ടി ഒന്നുമില്ല. സൗത്ത് ആഫ്രിക്കയിൽ തന്നെ തീവണ്ടിയും തള്ളിയിട്ട സായിക്കുമാരോട് മഹാത്മാഗാന്ധി ക്ഷമിച്ചിരുന്നു. ഓവോ, എങ്കിൽ പിന്നെ മഹാത്മാഗാന്ധിയോട് ചെന്ന് പറ ബർഗർ തരാൻ. ടീനമോളെ നോക്കാൻ വന്ന നേഴ്സാ അമ്മേ. ഞാൻ മെയിൽ നേഴ്സാണമ്മേ. അതെ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. താനൊന്ന് പോകുന്നുണ്ടോ? ആരാ? ഞാൻ ബർഗർ. ഓ, ബർഗർ എന്നാണോ പേര്? ആ, കൊടുത്തു പറഞ്ഞാൽ വാങ്ങാൻ കൂടി വന്നത്.
എന്തിനാ നിക്കുന്നത്? ഇരിക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ടാ. ഇയാളോട് പൊയ്ക്കോളം പറഞ്ഞിട്ട് പിന്നെ എന്തിനാ നിക്കുന്നെന്നാ ചോദിച്ചത്. ഞാൻ ആകാശ്. ചോദിച്ചില്ലല്ലോ. അല്ല, താന് ഇയാളെന്നൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടായിരിക്കാൻ പറഞ്ഞു. എന്നാൽ ആകാശ്, ബർഗർ ഉണ്ടാക്കാൻ മയണീസ് വേണം. തീർന്നു. മാത്രമല്ല അമ്മ വീണ് കാലൊടിഞ്ഞു കിടക്കുക. ഫിസിയോതെറാപ്പി ചെയ്യിപ്പിക്കണം. ചെയ്തോളൂ. ഈ പറഞ്ഞ സാധനം എവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. അങ്ങനെ എവിടെയെങ്കിലും കിട്ടുന്ന ഞാൻ ഉപയോഗിക്കാറില്ല. തന്നെ ഉണ്ടാക്കണം. അതിന് സമയമെടുക്കും. എന്റെ പൊന്നു ശ്രുതി, എന്തൊക്കെ പറഞ്ഞാലും ബർഗർ ഇല്ലാതെ അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. എത്ര സമയം എടുത്താലും ഞാനോട് വെയിറ്റ് ചെയ്തോളാം. ഇത് എന്തൊരു ശല്യാണീശ്വര. ബർഗർ എങ്ങനെയുണ്ട്? അടിപൊളി. മമ്മി എന്തിനാ എന്നെ ഇങ്ങനെ എപ്പോഴും വിളിച്ച് ശല്യം ചെയ്യുന്നത്? ഐ എം ഓക്കെ. എന്നുവെച്ച് രാവിലെ പറഞ്ഞതിൽ കൂടുതൽ എന്ത് വിശേഷമാണ് ഞാൻ പറയുക? അത് മമ്മിയുടെ ടെൻഷൻ കൊണ്ടല്ലേ മോളെ. അത് പിന്നെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. പിന്നെ എപ്പോഴും പുസ്തകം വായിച്ചും ആ കമ്പ്യൂട്ടർ നോക്കിയിരിക്കരുത്. ഡോക്ടർ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ എക്സസൈസ് ചെയ്യണമെന്ന്. കുറച്ച് നേരം ഒന്ന് നടന്നാലും മതി. പിന്നെ ആ ആകാശ്, അയാളെങ്ങനെയുണ്ട്? അടുത്തുണ്ടോ? ഒന്ന് കൊടുത്തേ. മമ്മി. ഹലോ മമ്മി. അല്ല മാഡം, ഇല്ലില്ല, ഞാൻ വളരെ സ്ട്രിക്റ്റാ. എന്തായാലും ഞാൻ വന്നതിന് ശേഷം ജങ്ക് ഫുഡ് ഇങ്ങോട്ട് കയറ്റിയിട്ടില്ല. ടീന മോളൊരിക്കലിനോട് ചോദിച്ചു ബർഗർ വേണം. ഞാൻ പറഞ്ഞു അത് മാത്രം നടക്കില്ല. ആദ്യം കുറച്ച് ദേഷ്യപ്പെട്ടു, പിന്നെ അങ്ങ് ഇണങ്ങി. വെരി സ്വീറ്റ് ഗേൾ. ഇല്ലില്ല, അത് ഞാൻ ഏറ്റു. ഓക്കെ ഓക്കെ. സമ്മതിച്ചിരിക്കുന്നു. എത്ര നന്നായിട്ടാ കള്ളം പറയുന്നത്. പിടിച്ചു നിൽക്കണ്ടേ? ശരിക്കും എനിക്ക് ബർഗർ അത്ര ഇഷ്ടമൊന്നുമില്ല. പിന്നെ മമ്മി വേണ്ടാന്ന് പറയുമ്പോൾ വേണം തോന്നും. മമ്മിക്ക് വിഷമാവില്ലേ? ടീനമ്മക്ക് ഭയങ്കര തലവേദന. ഈ നേരം വരെ ഉറങ്ങിയിട്ടില്ല. 2 വട്ടം ഛർദ്ദിക്കുകയും ചെയ്തു. ഒന്ന് വന്നേ. ദൈവമേ, ബർഗർ പറയാം. എന്തു പറ്റി? തല പൊളിയതുപോലെ. അതെങ്ങനെയാ? ഈ നേരം വരെ ഈ കുന്തത്തിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുവല്ലായിരുന്നോ? പിന്നെ അങ്ങനെ തല പൊളിയാതിരിക്കും? ചേച്ചി ഒരു തുണി നനച്ചെടുക്കും നെറ്റിയിലിടാൻ. അപ്പൊ ഈ ബർഗർ ശരിക്കും പ്രശ്നമല്ലേ? അപ്പോൾ ചേച്ചിയോട് പറഞ്ഞ പറയണ്ട. അതെടുക്കണ്ട, വേറെ സ്ഥലത്ത് ഡ്രോയിലുണ്ട്. ഇനി കണ്ണടച്ച് ശാന്തമായി കിടന്നാൽ മതി. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഫ്രഷാവും. അത് വേണ്ട. എന്നാ തുറന്നു വെച്ച് ബുക്കിംഗ് എടുത്ത് ഉറക്കം വരുന്നവരെ നോക്കാനാ. ഇതൊക്കെ ടീനമോള് വായിക്കുന്ന ബുക്കാണ്. ചിലതൊക്കെ. ഇതൊരു നല്ല നോവലാ, സാഡ് സൈപ്രസ്. ഞാനൊരു നല്ല നോവൽ വായിച്ചായിരുന്നു, കാട്ടാക്കട തങ്കപ്പൻ്റെ ചാക്കിലകപ്പെട്ട പൂച്ച. എന്ത് പൂച്ച? ചാക്കിലകപ്പെട്ട പൂച്ച. നല്ല ബെസ്റ്റ് പേര്. കഥയും നല്ലതാ. ഇന്നിപ്പോൾ കിടക്കണ്ടേ? വേണം നാളെ പറഞ്ഞുതരാം. നാളെ മതി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റോ? കോഴി ഓറായി. എന്നാ ഗുഡ് മോർണിംഗ്. ചേച്ചി ഇവിടെയാണോ കിടക്കുന്നത്? ആ, അകത്തോട്ട് തന്നെ കേട്ടില്ലല്ലോ. പട്ടി അഴിച്ചു വിട്ടിരിക്കുക. പുറത്തോട്ടുള്ള വാതിലൊന്നും തുറക്കണ്ട ആകാശ. ഞാൻ കടയിൽ നിൽക്കുന്നുണ്ട്. എന്താ പച്ചക്കറി ഒന്നും വാങ്ങിച്ചില്ലേ? വാങ്ങാനല്ല,
വിൽക്കാൻ വന്നതാ? ആ കറക്റ്റ്. ഞാനന്ന് വീട്ടിൽ വന്നപ്പോൾ കണ്ടതാണല്ലോ. ഇഷ്ടം പോലെ പച്ചക്കറിയല്ലേ അവിടെ. ഞാൻ സത്യത്തിൽ ശ്രുതിയുടെ വീട്ടിൽ വന്ന് നന്ദി പറയാതിരിക്കുകയായിരുന്നു. ആ ഒരേ ഒരു ബർഗർ എന്നോട് പിടിച്ചു നിർത്തി. ഇപ്പം ഞാനും ടീനമോളും ഭയങ്കര ക്ലോസാണ്. എങ്ങനെയുണ്ട് അവൾക്ക്? ഒരു കുഴപ്പമില്ല, വെരി സ്മാർട്ട്. ശ്രുതിയുടെ അമ്മയ്ക്ക് എങ്ങനെ? ബെറ്റർ ആണ്. ഇന്നലെ ആരും പിടിക്കാതെ 5-6 അടി നടക്കുകയൊക്കെ ചെയ്തു. ആഹാ, ഒരു കാര്യം ചോദിക്കാൻ പറ്റൂ? അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അച്ഛനെ കണ്ടില്ലല്ലോ. എങ്ങനെ കാണാൻ? ആർക്കും കാണാൻ പറ്റാത്ത സ്ഥലത്തേക്ക് അച്ഛൻ നേരത്തെ പോയില്ലേ? ഓ മൈ ഗോഡ്, ഐ എം സോറി. ഒരു പരിചയമില്ലാത്ത ഒരാൾ മരിച്ചതിന് ഇത്രയും ഷോക്ക് എന്തിനാ? ശ്രുതിക്ക് അന്നുണ്ടായ ഷോക്ക് ആലോചിച്ച് ഞാൻ ഷോക്കായി പോയതാ. ശ്രുതിക്കറിയോ, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 7 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ആ ഷോക്ക് എനിക്ക് മാറിയിട്ടില്ല. അച്ഛനെ പറ്റി എപ്പോൾ ആലോചിച്ചാലും എൻ്റെ കണ്ണ് നിറയും. എന്താ ചിരിക്കുന്നത്? ഞാൻ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ചാർലി ചാപ്ലിനെ ആലോചിച്ച് ചിരിച്ചതാ. ആ കോമഡി നടൻ. അതെ, ആ കോമഡി നടൻ ഒരിക്കൽ സ്റ്റേജിൽ പ്രസംഗിക്കുന്നതിനിടയിൽ ഒരു നല്ല തമാശ പറഞ്ഞു. ആളുകളൊക്കെ പൊട്ടിച്ചിരിച്ചു. കുറച്ചു കഴിഞ്ഞ് അതേ തമാശ വീണ്ടും പറഞ്ഞപ്പോൾ അധികാരം ചിരിച്ചില്ല. പക്ഷെ ചാപ്ലിൻ വിട്ടില്ല. പുള്ളി 3ാമതും ആ തമാശ ആവർത്തിച്ചു. അപ്പം ആളുകൾ അസ്വസ്ഥരായി. അല്ലെങ്കിൽ ഒരു തമാശ എന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന ആരെങ്കിലും ചിരിക്കും? ഇത് തന്നെയാണ് ചാപ്ലിനും ചോദിച്ചത്. ഒരേ തമാശ വീണ്ടും വീണ്ടും പറയുമ്പോൾ ചിരിക്കാത്ത നിങ്ങൾ എന്തിനാണ് വേദനിപ്പിക്കുന്ന കാര്യം പിന്നെയും പിന്നെയും ആലോചിച്ച് വിഷമിക്കുന്നതെന്ന്? ചാപ്ലിൻ വെറും കോമാളി അല്ലല്ലേ? റിയൽ ജീനിയസ്. ചുരുക്കി പറഞ്ഞ അനിയൻ്റെ അനിയത്തിയുടെയും പഠിത്തം, അമ്മയുടെ ചികിത്സ, എല്ലാ ഭാരവും കൂടെ ശ്രുതി തനിച്ച്. ഭാരം തോന്നാൻ അവരാരും എൻ്റെ തലയിൽ കയറിയിരിക്കുന്നില്ലല്ലോ. അതല്ല, ബർഗറും പച്ചക്കറികളും മാത്രം വിറ്റിട്ട് ചെലവുകളൊക്കെ നടക്കുമെന്ന്. അതെ, ജീവിക്കാൻ വലിയ ചെലവൊന്നുമില്ല ആകാശ്. നമ്മൾ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാ ചെലവ് കൂടുന്നത്. സുധിമോളെ, ഏതാണ് ഇറക്കുമതി കാമുകൻ? ഞങ്ങളാരും നിനക്ക് പിടിക്കലല്ലേ? കാമുകന്റെ മറ്റേ പന്നി നോക്കിപ്പെട്ടു. അവരൊക്കെ പലതും പറയും, കേൾക്കാത്ത മട്ടിൽ അങ്ങ് പോയാൽ മതി. എൻ്റെ കൺട്രോൾ ഇപ്പോൾ പോയാണ്. ഇതാ മലയാളികളുടെ കുഴപ്പം. മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി കയറി ഇടപെടും. ഇംഗ്ലണ്ടിൽ നടക്കും, ജർമ്മനിയിൽ നടക്കും. ജർമ്മനി ചിലപ്പോൾ ഞാൻ ഈ വഴിക്കാ. ഓ, ഞാൻ ഈ വഴിക്കാം. ശരി. എൻ്റെ വേളാങ്കണ്ണി മാതാവാണ്, കൊരട്ടി മുത്തിയാണ് സത്യം. ഞാൻ റേച്ചലിനെ വിളിച്ചിട്ടില്ല. പിന്നെ പാലും ജ്യൂസും ഞാൻ വാഷ് ബേസിൽ ഒഴിച്ച് കളഞ്ഞു എന്ന് മമ്മി എങ്ങനെ അറിഞ്ഞു? അത് മമ്മി ചുമ്മാ ഒരു നമ്പർ ഇറക്കിയതല്ലേ. സത്യമായതുകൊണ്ട് മോൾ അതിലിങ്ങ് കൊത്തി. അല്ലാതെ കണ്ട് മോളെപ്പറ്റി വല്ല കുറ്റവും ഞാൻ പറഞ്ഞു കൊടുക്കുവോ? മോൾ എത്ര നേരം ഇങ്ങനെ നോക്കിയാലും ആൻറ്റിക്ക് ഒരു കുലുക്കവും ഉണ്ടാവില്ല. കണ്ടോ? അയ്യോ, അതൊന്നും എടുക്കണ്ട മോളെ. ചത്തുപോയ എൻ്റെ മാത്തച്ഛനാണ് സത്യം ഞാൻ പറയണത്. അടുക്കളയിൽ ഒന്നും ആയിട്ടില്ല, മീൻ കഴുകി വെച്ചിരിക്കുക. അടുക്കളയിൽ ഒരു പിടി പണിയുണ്ട് മോളെ. ആന്റി, വേളാങ്കണ്ണി മാതാവിനോട് കറട്ടിമുത്തിയോടൊക്കെ സോറി പറ. റേച്ചലിനെ ഞാൻ വിളിച്ചതല്ല മോളെ, എന്നെ ഇങ്ങോട്ട് വിളിച്ചതാ. മോള് പാല് കുടിച്ചോ ചോദിച്ചോ? ഇല്ല, വാഷ് ബേസിൽ ഒഴിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു. പറഞ്ഞു. ജ്യൂസിനെ പറ്റി ചോദിച്ചില്ല, എന്നിട്ടും പറഞ്ഞു ഞാനത് കളഞ്ഞു എന്ന്. എൻ്റെ അടുത്ത് മനസ്സറിയുന്ന യന്ത്രം ഉണ്ടെന്ന് ആന്റി മറന്നുപോയോ? ഈ കഴുകി വെച്ചിരിക്കുക. ചെല്ല്. അതെന്ത് സൂത്രമാ? നോക്കട്ടെ. ഇതേ കള്ളം പറയുന്നത് കണ്ടുപിടിക്കാനുള്ള സൂത്ര. ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് പേരുടെ കയ്യിലേ ഉള്ളൂ. ചുമ്മാ അല്ല, ആകാശിനുള്ളിൽ എന്തെങ്കിലും കള്ളം ഉണ്ടെങ്കിൽ അതിപ്പോൾ ഞാൻ പുറത്തെടുക്കട്ടെ? എൻ്റെ ഉള്ളിൽ കള്ളത്തരം ഇല്ലല്ലോ അല്ലേ? ഇതെങ്ങനെയാ ഹാർട്ട് ബീറ്റ്സിൽ വേരിയേഷൻ ഉണ്ടാവും? അതൊന്നും പറഞ്ഞിട്ടില്ല. വാ നോക്കട്ടെ. അല്ല വേണ്ട, നാട്ടുകാരെ ഈ തല്ലുണ്ടാക്കിയ കാര്യമൊക്കെ ഇത് വെച്ച് നോക്കി കൃത്യമായിട്ട് അറിയാം. എത്ര പേര് തല്ലിന്നും എത്ര തല്ല് കിട്ടിന്നൊക്കെ ഞാനിപ്പോൾ പറഞ്ഞു തരട്ടെ. ഓ, അപ്പോഴേക്കും ന്യൂസ് ഇവിടെ കിട്ടിയല്ലേ? സത്യം പറ, അടി നല്ലോണം കിട്ടിയോ? ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്കായിരുന്നല്ലോ ഓട്ടത്തിനും ലോങ് ജമ്പിനൊക്കെ ഫസ്റ്റ്. പുളു പഠിക്കാൻ എടുക്കുന്ന ശ്രുതി ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ട്. ആണോ? നിങ്ങൾ അത്ര വലിയ ഫ്രണ്ട്സ് ആണോ? സ്കൂളിൽ പോക്ക് നിർത്തിയ പിന്നെ എനിക്കിവിടെ ആകെയുള്ള കൂട്ടാൻ ശ്രുതി ചേച്ചി. പക്ഷെ എപ്പോഴും കിട്ടില്ല, ചേച്ചി ബിസിയല്ലേ. വല്ലപ്പോഴും വരും, ഞാൻ വിളിച്ചാൽ മാത്രം. അവരുടെ അച്ഛൻ മരിച്ച കാര്യമൊക്കെ ഞാൻ എന്നാ അറിയുന്നത്. പാവം, പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും
നല്ല വിഷമമുണ്ട്. ശ്രുതി ചേച്ചിക്ക് അച്ഛനില്ല എന്നല്ല സങ്കടം ഉണ്ടായിട്ടും എൻ്റെ പപ്പ എവിടെയാണെന്നും കൂടി അറിയാത്ത സങ്കടം എനിക്ക്. പപ്പ വളരെ സോഫ്റ്റ് ആയിരുന്നു, പക്ഷെ മമ്മി സ്റ്റബാണ്. വീട്ടിലും പ്രിൻസിപ്പൽ വരച്ച വരയുന്ന ആരും മാറാൻ സമ്മതിക്കില്ല. പപ്പയുടെ പെറ്റായിരുന്നു ഞാൻ. എൻ്റെ ഇഷ്ടമായിരുന്നു പപ്പയുടെ ഇഷ്ടം. ഡിസ്നിലാൻഡ് പോകണമെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോകും. 8ാമത്തെ വയസ്സ് മുതൽ എൻ്റെ ഓരോ ബർത്ത്ഡേ അങ്ങനെ ഓരോ സ്ഥലത്തായിരുന്നു. ഓസ്ട്രേലിയ, സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി. അതൊക്കെ ഇപ്പോൾ ഒരു ഓർമ്മകളാണ്. പപ്പ പോലും. ജർമ്മനിയിലൊക്കെ പോയിട്ടുണ്ട്. ആകാശ് പോയിട്ടുണ്ടോ ജർമ്മനിയിൽ? ഞാൻ ജർമ്മനിയുടെ വക്കിൽ വെച്ച് തിരിച്ചു പോരേണ്ടി വന്നു. അതെന്താ, ഫ്ലൈറ്റ് കേടായോ? അല്ല, എൻ്റെ പൈലറ്റ് വേറൊരാളോട് വിളിച്ചോളൂ. അതുപോട്ടെ, ഇതുവരെ കണ്ട സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? കേരളം. അയ്യേ, ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ എന്താ ഇല്ലാത്തത്? കടൽ, കായൽ, മലകൾ, ഇഷ്ടംപോലെ പുഴകൾ. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പും ക്ലൈമറ്റും ഒന്നും വേറെ എവിടെയില്ല. ശരിക്കും ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ കേരളം? ഇത് ഡിഫിക്കൽട്ടാ മോളെ. ഓക്കെ, വാ. വലിയ കളിക്കാരിയാന്നൊക്കെ പറഞ്ഞിട്ട് ഷട്ടിൽ കാണുന്നില്ല. കുറേ നാളായി കളിച്ചിട്ട്. പണ്ട് സ്കൂളിൽ വിട്ട് വരുമ്പോൾ പപ്പയും ഞാനും കളിക്കായിരുന്നു. പപ്പ കിട്ടിയതായി നെറ്റൊക്കെ. പപ്പ ഒരു വീക്ക്നെസ് അല്ലേ? ഇന്നലെ പപ്പയെ പറ്റി പറഞ്ഞപ്പോൾ കണ്ണേറിയെന്ന് ഞാൻ കണ്ടു. മരിക്കുന്നതിന് മുമ്പേ ഒരിക്കൽ കൂടി പപ്പയൊന്ന് കാണണം തോന്നി. അതാ. മരിക്കുന്നതിന് മുമ്പല്ലേ? ഒന്നല്ല, 1000 വട്ടം കാണാം. ടീനമോളുടെ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതെ, പക്ഷെ അത് അവസാനിക്കാറായി. തമാശ പറഞ്ഞതല്ല, ഞാൻ ഇനി അധികകാലം ജീവിച്ചിരിക്കില്ല. ആളുകളിങ്ങനെ ഞെട്ടിക്കുന്നില്ല, ത്രില്ലല്ലേ? അന്ന് പട്ടി അഴിച്ചോട്ടെന്ന് ഞെട്ടിച്ചതുപോലെ. അത് സാരല്ല, ഒരു കോട്ടൺ വെച്ച് തുടച്ചോളഞ്ഞാൽ മതി. ഇറ്റ്സ് ഫൈൻ. മോളെ എനിട്ടിരിക്കേ. ഇവിടെ നോക്ക്, ഇനി ഇവിടെ നോക്കൂ. നൗ മൂവ് യുവർ ഐബോൾസ് ബോത്ത് വൈസ്. ഫാസ്റ്റായിട്ട്. ഇനി എണീറ്റ് നിൽക്ക്. ഹോൾഡ് മൈ ഹാൻഡ്. ഞാൻ വലിക്കുമ്പോൾ ടൈറ്റായി പിടിക്കണം കേട്ടോ. നീ കൈ. ഗുഡ്. ഇരിക്കേ. അന്നത്തെ പോലെ ഡബിൾ ഇമേജ് ഒന്നും പിന്നെ കണ്ടിട്ടില്ലല്ലോ. ഒരാളെ തന്നെ രണ്ടായി കാണുന്ന പോലെ. ഇല്ല. യു ആർ ഓൾ റൈറ്റ്. ഇന്ന് ഈ ഷട്ടിലൊന്നും കളിക്കണ്ട, ടേക്ക് റെസ്റ്റ്. നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ? ഉണ്ടാക്കാറൊക്കെ ഉണ്ട്, പക്ഷെ കഴിക്കണ്ടേ. ഭക്ഷണം നന്നായി കഴിക്കണം കേട്ടോ. അപ്പോൾ ശരി, ആവശ്യമുള്ളപ്പോൾ വിളിച്ചാൽ മതി കേട്ടോ. ചേച്ചി കുടിക്കാൻ തരുമോ? മോളെ ഇച്ചിരി ജ്യൂസ് എടുത്തുകൊണ്ട് വരട്ടെ. ഡോക്ടർ, ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞതാണ്. മോളുടെ ട്രീറ്റ്മെൻറ്റ് എന്തിനുള്ളതാ? ഇന്ന് അവൾ എന്നോട് പറയുക അവൾ അധികം കാലം ജീവിച്ചിരിക്കില്ല. പേരെന്താന്ന് പറഞ്ഞു? ആകാശ്. ആ കുട്ടിയുടെ ബ്രെയിനിൽ ഒരു സിസ്റ്റ് വളർന്നുകൊണ്ടിരിക്കുക. മരുന്നില്ല. സ്റ്റിയറിംഗ് പോയിന്റിലായതുകൊണ്ട് സർജറി റേഡിയേഷനും നടക്കുകയില്ല. പിന്നെ വല്ല മിറാക്കിളും സംഭവിക്കണം. നോക്കാം. ഡോക്ടറെങ്കിലും പറഞ്ഞപ്പോൾ വിശ്വാസമായി അല്ലേ? എന്നോടാണ്. വേറെ ആരാ അവിടെ ഉള്ള? സങ്കടപ്പെടുകയൊന്നും വേണ്ട. എനിക്ക് ഏറ്റവും വെറുപ്പ് അതാ.
മമ്മിയുടെ ചില ക്ലോസ് റിലേറ്റീവ്സ് ഉണ്ട്, എന്നെ കണ്ട അപ്പം തുടങ്ങും കരച്ചിൽ. അതുകൊണ്ട് ഒരൊറ്റ എണ്ണത്തിനെ എങ്ങോട്ട് കയറ്റി പോരുതെന്ന് പറഞ്ഞിരിക്കുക. മമ്മി പോലും കരയുന്ന എനിക്കിഷ്ടമില്ല. ഇപ്പം ഞാൻ നിർബന്ധിച്ചിട്ടാണ് കോളേജിൽ പോകുന്നത്. ഇല്ലെങ്കിൽ ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈം ഇവിടെ വന്നിരുന്നേനെ. ഒരു കാര്യം ഞാൻ പറയട്ടെ, മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾക്ക് ഒരുപാട് പരിധിയുണ്ട്. പരിധി എന്ന് വെച്ചാൽ ലിമിറ്റ്സ്. അതിനപ്പുറത്തും അത്ഭുതങ്ങൾ സംഭവിക്കും. അമേരിക്കയിലുണ്ടായിരുന്നൊരു ക്യാൻസർ പേഷ്യൻ്റെ കഥ നമ്മൾക്കറിയോ? ഇല്ല. അതറിയണം. 1 മാസത്തിനകം അയാൾ തട്ടിപ്പോകുന്ന എല്ലാ ഡോക്ടർമാരും ഉറപ്പിച്ചു. എന്നിട്ടെന്താ, ആള് നല്ല കാശുകാരനായിരുന്നു. എന്തായാലും 1 മാസത്തിനകം മരിക്കും. ഇനിയുള്ള ദിവസങ്ങൾ കളിച്ച് ചിരിച്ച് ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു. ചാർലി ചാപ്ലിൻ, ടോം ആൻഡ് ജെറി അങ്ങനെയുള്ള സിനിമകളും ഷോകളും കണ്ട് അയാൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞിട്ടും അയാൾ മരിച്ചില്ല. ഡോക്ടർമാരെല്ലാം ഞെട്ടിപ്പോയില്ലേ? പരിശോധിച്ച് നോക്കിയപ്പോൾ എന്താ, ക്യാൻസറിൻ്റെ പൊടി പോലും ഇല്ല. അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇത് ഫിക്ഷൻ അല്ലേ? എന്താ ബുക്കിന്റെ പേര്? ബുക്കൊന്നുമല്ല, സത്യം. ചിരി അയാളിലുണ്ടാക്കിയ മെറ്റബോളിക്കൽ ചേഞ്ചാണ് അസുഖം മാറ്റിയത്. പല ആശുപത്രികളിലും ലാഫ്റ്റർ റൂം എന്ന സംവിധാനം ഉണ്ടായി ഈ സംഭവത്തിന് ശേഷമാണ്. ശരിക്കും? നമുക്കും കാണിച്ചു കൊടുക്കാം കുറച്ച് അത്ഭുതങ്ങൾ. ഗോപാൽജി അറിയത്തില്ലേ? എന്നെ ഇവിടെ കൊണ്ടാക്കിയ ആള് വലിയ മനുഷ്യനാ. പുള്ളിയുടെ ഭാഷയെ പറഞ്ഞ ടീനമോൾ എന്ന വണ്ടിയുടെ സ്റ്റിയറിംഗ് ഇനി എനിക്കിതാ. നമുക്ക് കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും ഒരു യാത്ര തുടങ്ങാം.